ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ സൈനിക വാഹനം അപകടത്തിൽപ്പെട്ട് 5 ജവാന്മാർക്ക് വീരമൃത്യു എന്ന വിവരം അല്പസമയം മുമ്പാണ് പുറത്തുവന്നത്. കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. മേഖലയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, 18 സൈനികർ സഞ്ചരിച്ച സൈനിക വാഹനം എന്നുള്ളതാണ് നേരത്തെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ കണ്ടത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ രക്ഷാപ്രവർത്തനം ഏത് ഘട്ടത്തിലാണ് അച്യുതൻ? റീജിത്ത്, ജമ്മു കശ്മീർ പൂഞ്ചിലെ ബൽനോയി എന്ന് പറയുന്ന മേഖലയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നിയന്ത്രണ രേഖയോട് ചേർന്ന ഒരു മേഖലയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്ന ഈ പ്രദേശം എന്നുള്ളത്. സൈനിക വാഹനം 150 അടിയോളം താഴ്ചയിലേക്ക് പതിച്ചാണ് ഈ ഒരു വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 5 ജവാന്മാർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. 8ഓളം ജവാന്മാർ ഇപ്പോഴും ഗുരുതരമായി പരിക്കേറ്റതായുള്ള വിവരങ്ങളുമുണ്ട്. 18ഓളം ജവാന്മാരാണ് ഈ സൈനിക വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഒപ്പം പരിക്കേറ്റ സൈനികർക്ക് അടിയന്തര വൈദ്യസഹായം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും ഈ മേഖലയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. റീജിത്ത്, അച്യുതൻ, ഈ അപകടത്തിന്റെ കാരണം എന്താണെന്ന് സംബന്ധിച്ച് സൈന്യം എന്തെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ അച്യുതൻ? ഇതുവരെയും അപകടത്തിന്റെ കാരണം സംബന്ധിച്ചിട്ടുള്ള ഒരു വിശദീകരണം സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറിച്ച് സൈന്യം അറിയിച്ചത് ഈ 5 സൈനികർക്ക് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായ വിവരമാണ് സൈന്യം ഈ അപകടവുമായി ബന്ധപ്പെട്ട പങ്കുവച്ചിരിക്കുന്ന ഏക വിവരം എന്നുള്ളത്. കൂടാതെ പരിക്കേറ്റ സൈനികർക്ക് ചികിത്സ നൽകുന്ന വിവരവും സൈന്യം പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അപകട കാരണം ഇതുവരെയും വ്യക്തമല്ല. ഈ സൈനിക വാഹനം അവരുടെ ഒരു ദൗത്യത്തിനായി പുറപ്പെടുന്ന ഘട്ടത്തിലാണ് ഈ കൊക്കയിലേക്ക് മറിഞ്ഞ് 150 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിന്റെ ആഘാതം വലുതാണെന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. എന്തായാലും നിലവിൽ ഇതിന്റെ അപകടത്തിന്റെ കാരണം അത് സൈന്യം തന്നെ വിശദീകരിക്കേണ്ടതുണ്ട്. അച്യുതൻ, ഈ അപകടത്തിൽപ്പെട്ടവരെ പൂർണ്ണമായി പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചിലരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റി, സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും റീജിത്ത്, ഈ അപകടമുണ്ടായതിന് പിന്നാലെ തന്നെ സേന ഇവിടേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഈ പരിക്കേറ്റ സൈനികരെ വിദഗ്ധ ചികിത്സയ്ക്കായി ഉൾപ്പെടെ അവിടെ നിന്നും മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ പരിക്കേറ്റ സൈനികർക്ക് എത്രയും വേഗത്തിൽ, അതായത് അടിയന്തരമായിട്ടുള്ള വൈദ്യസഹായം അവിടെ വെച്ച് തന്നെ നൽകുകയും ചെയ്തതായി തന്നെയാണ് സേന അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലെ അപകടത്തിൽ 5 സൈനികർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. 7ഓളം സൈനികരുടെ നില ഗുരുതരമായി തുടരുകയാണ്. റിജിത്ത്, ശരി. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. 5 ജവാന്മാർക്കാണ് വീരമൃത്യു ഉണ്ടായിരിക്കുന്നത്. സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞാണ് ഈ അപകടം. 18 പേരാണ് ആ സൈനിക വാഹനത്തിൽ ഉണ്ടായിരുന്നത്. 180 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ള കാര്യം സൈന്യം അറിയിക്കുന്നുണ്ട്. അപകടത്തിന്റെ കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന ആവശ്യമായി വരും. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായ ഒരു പ്രതികരണം സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ടുണ്ടാവുക.